നമസ്കാരം കൂട്ടുകാരെ, സത്യവ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എൻ്റെ പേര് അനന്തു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിസ്കിനെ പറ്റിയിട്ടായിരുന്നു ചർച്ച ചെയ്തത്. ഈ വീഡിയോയിൽ എന്താണ് റിസ്ക് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ റിസ്ക് അസസ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു അപകടം നടക്കാനുള്ള സാധ്യതയും ആ അപകടം നടന്നു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളുടെയും കോമ്പിനേഷനാണ് റിസ്ക് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിസ്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലൈക്ലിഹുഡ് ആൻഡ് സിവിയറിറ്റി. എന്താണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, റിസ്ക് അസസ്മെൻറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ റിസ്ക് that could negatively impact an organization, project or an activity. The goal is determine the appropriate measure to eliminate or control those risks to an acceptable level. ഒരു വർക്ക് പ്ലേസിൽ എന്തൊക്കെ തരത്തിലുള്ള ഹസാർഡുകളാണ് ഉള്ളത് എന്നത് മനസ്സിലാക്കി ആ ഹസാർഡുകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള റിസ്കുകളുണ്ട്, ആ റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സാണ് പ്രൊവൈഡ് ആക്കേണ്ടത് എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് റിസ്ക് അസസ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് റിസ്ക് അസസ്മെൻറ്റിൻ്റെ സ്റ്റെപ്പുകളെന്ന് പരിശോധിച്ചാൽ, ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു വർക്ക് പ്ലേസിൽ എന്തൊക്കെ തരത്തിലുള്ള ഹസാർഡുകളാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഹസാർഡുകളുണ്ട് എന്നത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി ആയിട്ടുള്ള ഇൻസ്പെക്ഷനുകൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അതോടൊപ്പം തന്നെ നമുക്ക് മാനുവൽസ് നോക്കാം, ബാക്കിയുള്ള കോൺട്രാക്ടേഴ്സുമായിട്ട് നമുക്ക് ചർച്ചകൾ നടത്താം. ഇതൊക്കെ ചെയ്ത് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഹസാർഡുകൾ ആ വർക്ക് പ്ലേസിലുണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നതാണ് ഡിസൈഡ് ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ. ഒരു ആക്സിഡൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റ് മൂലം ആർക്കൊക്കെയാണ് അപകടം പറ്റാൻ സാധ്യതയുള്ളത്. ഉദാഹരണത്തിന് അവിടുത്തെ വർക്കേഴ്സുകൾ, അതോടൊപ്പം തന്നെ അതിനു ചുറ്റും താമസിക്കുന്നവർക്ക് ചിലപ്പം അത് അഫക്റ്റ് ആയേക്കാം, അവിടെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് അഫക്റ്റ് ചെയ്തേക്കാം. ഇതൊക്കെ പരിശോധിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. ഡിസൈഡ് ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ. റിസ്ക് അസസ്മെൻറ്റിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവാലുവേറ്റ് ദ റിസ്ക് ആൻഡ് എക്സിസ്റ്റിംഗ് കൺട്രോൾസ്. ഇവിടെ നമ്മൾ ലൈക്ലിഹുഡ്, അതോടൊപ്പം തന്നെ സിവിയറിറ്റി എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ഒരു ഹസാർഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഹസാർഡായിട്ടുള്ള വർക്ക് പ്ലേസിൽ പലതരത്തിലുള്ള റിസ്കുകളുണ്ട്. ആ റിസ്കുകൾ എങ്ങനെയൊക്കെ സംഭവിക്കാം, ആ റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിൽ എത്രത്തോളം വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം എന്നത് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ വരുന്നതാണ് ഇംപ്ലിമെൻറ്റ് അഡീഷണൽ കൺട്രോൾസ്. അഡീഷണൽ കൺട്രോൾ കൊടുത്തിട്ട് റിസ്കിനെ ഒഴിവാക്കുക. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ചെയ്യില്ലേ, ട്രെയിനിങ് ഒക്കെ ഒരു അഡീഷണൽ കൺട്രോളിൽ ഉൾപ്പെടുന്നതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഉൾപ്പെടുന്നതാണ് റെക്കോർഡ് ഫൈൻഡിങ്സ് ആൻഡ് മോണിറ്റർ. റിസ്ക് അസസ്മെൻറ്റിനെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ അത് വീണ്ടും റിവ്യൂ ചെയ്യുക, കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കൺട്രോൾ മെഷേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, അതിനെ അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് ഈ സ്റ്റെപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അനന്തു. താങ്ക് യു.